പ്രിയമുള്ളവരെ, ഷാലോമിൻ്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഈ പുതിയ വർഷത്തിലേക്ക് 2026 പ്രവേശിക്കുവാൻ നല്ല ദൈവം നമുക്ക് വലിയൊരു കൃപയും അനുഗ്രഹവും തന്നിരിക്കുക. ആ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് വലതുകരുതെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വർഷത്തിലേക്കാണ് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. യെശയ്യാവിൻ്റെ പ്രവചനം 54 അധ്യായം അതിൻ്റെ 2-3 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ വർഷത്തിലേക്ക് വേണ്ട ഒരു ദൂത് തരികയാണ്. ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കൂടാരത്തിൻ്റെ കുറ്റികൾ ഉറപ്പിക്കുക. വചനം പറയുന്നു, ഇരുവശത്തേക്കും നീ അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുവശത്തേക്കും നീ അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ അവകാശമാക്കും, വിജനദേശങ്ങൾ ജനനിബിഡമാകും. ഭയപ്പെടണ്ട, നീ ലജ്ജിതനാവില്ല, നീ അപമാനിതനാവുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പുതുവർഷത്തിൽ ദൈവം നിനക്ക് നൽകുന്ന വാഗ്ദാനം ഇതാ: നീ അതിരുകൾ ഭേദിച്ച് ഇരുവശത്തേക്കും വ്യാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കീഴടക്കും, നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കീഴടക്കുകയും വിജന പ്രദേശങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. ഭയപ്പെടണ്ട, നീ ലജ്ജിതനാവുകയില്ല, നീ പരാജിതനാവുകയില്ല, നീ അപമാനിതനാവുകയില്ല. ദൈവം നൽകുന്ന ഈ അനുഗ്രഹത്തിൻ്റെ വർഷത്തെ ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ടെന്ന് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ എവിടെ വീണ് തകർന്നടിഞ്ഞോ, എവിടെ നിന്റെ കണ്ണൊരു തകർച്ചയെ കണ്ടോ, അവിടെ നിന്റെ ദൈവം നിന്റെ കണ്ണുകളുടെ മുമ്പിൽ അവൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു അനുഗ്രഹീതമായ വർഷത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ആ വിശ്വാസത്തോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തുന്നൊരു വർഷം, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന വർഷം, ദൈവം നിന്റെ മക്കളുടെ ഭാവി അനുഗ്രഹമാക്കുന്നൊരു വർഷം. എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളുടെ മധ്യേ നിന്നെ ജീവിക്കുവാൻ ദൈവം നിന്നെ വിളിച്ച ഈ വർഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? സങ്കീർത്തനം 77:10 പറയുന്നു: അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് യേശു ക്രിസ്തുവിൻ്റെ ഈ അത്ഭുതകരമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? സ്വർഗത്തിനൊരു മറുപടിയുള്ളൂ, ഒരൊറ്റത്രമേ ഉള്ളൂ. നിന്റെ പ്രശ്നങ്ങൾ പലതാണ്, പല വിഷയങ്ങളുണ്ട്, പല പ്രതിസന്ധികളുണ്ട്. എങ്ങനെ 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 എന്ന് നീ ചിന്തിക്കുമ്പോൾ സ്വർഗം തരുന്ന മറുപടി ഇതാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ സമഗ്രമായ ഒരു മാറ്റത്തിലേക്ക്, ഒരു വിമോചനത്തിലേക്ക്, ഒരു സമൃദ്ധിയിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ വർഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ജ്ഞാനം 3:7 വചനം പറയുന്നില്ലേ: അവിടുത്തെ സന്ദർശനത്താൽ നിങ്ങൾ പ്രശോഭിക്കും, വൈക്കോല് തീപ്പരിയുന്ന പോലെ നിങ്ങളിൽ അഗ്നി കത്തിപ്പടരും. നീ കത്തിപ്പടരുന്ന വർഷങ്ങളാണ്. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് ഒരു അഗ്നിജ്വാല പോലെ നിന്റെ മക്കൾ ദേശം മുഴുവൻ അനുഗ്രഹമായി തീരുന്ന ഒരു സമൃദ്ധിയുടെ വർഷം. 2 കരങ്ങൾ വന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നൽകാൻ, ദൈവം നിനക്ക് വേണ്ടി അനുഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും
ഏറ്റെടുത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിൺമഴ ഞങ്ങളുടെ മേൽ അയക്കണമേ. റൂഹായേ, റൂഹായേ, റൂഹാ, റൂഹാ, നീ ഞങ്ങളിൽ വന്ന് നിറയണമേ, നീ ഞങ്ങളിൽ വന്ന് നിറയണമേ, നിറയണമേ. ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇടനള്ളി വരണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ, കൂടെ പോരണമേ, കൂടെ നിന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കരങ്ങളൊക്കെ ഒന്ന് താളത്തിലടിച്ച് ആത്മാവിനെ സ്വാഗതം ചെയ്ത് മഴ പോലെ പെയ്തിറങ്ങൂ പാവന റൂഹായേ, സ്നേഹമായി നിറഞ്ഞൊഴുകൂ പരിശുദ്ധാത്മാവേ. കൃപയായി തെളിയൂദാസരിൽ നീ നിത്യസഹായകനേ. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ഓരോ വ്യക്തിയുടെ മനസ്സിലെ ഭാരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, നിരാശകൾ ഇതെല്ലാം എടുത്തു നീക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമുക്കൊരു പുതുജീവൻ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ ആത്മാവിന് വേണ്ടി ഈ വർഷത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവാത്മാവേ, നിന്റെ കരങ്ങളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനിതാ വരമേൽപ്പിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ സാന്നിധ്യത്താൽ ഈ ഒരു വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി, ആത്മാവിൽ വഴി നടത്തപ്പെടുന്ന ഒരു വർഷമായി മാറട്ടെ. ഏൽപ്പിച്ചു കൊടുത്ത് ആഗ്രഹത്തോടെ നമുക്ക് ചേർന്ന് പാടാം. ചെറുത്തിടുവാൻ പാപബോധം നൽകണമേ. ലോകത്തെ ജയിച്ചിടുവാൻ ഹൃദയത്തെ നീ കഴുകണമേ. പാപത്തെ ചെറുത്തിടുവാൻ പാപബോധം നൽകണമേ. ലോകത്തെ ജയിച്ചിടുവാൻ ഹൃദയത്തെ നീ കഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ ഞങ്ങളങ്ങ് വിളിക്കുന്ന ആത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. ഞങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കുക പരിശുദ്ധാത്മാവേ. അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് നിറയണമേ. അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദാഹത്തോടെ നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം.
രോഗമേറി നീക്കിടുവാൻ സൗഖ്യമായി നീ നിറയണമേ. കരമുയർത്തിയടിച്ച് ആത്മാവിൽ പടരണമേ ഭാവി അഭിഷേകത്തിൽ നിറവേകണമേ ആത്മനാഥനേ ഊഹായി ആത്മാവിൽ പടരണമേ. ഹല്ലേലൂയ. അഭിഷേകത്തിൽ നിറവേകണമേ ആത്മനാഥനേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ ബലപ്പെടുത്തുന്നത്. സഹനത്തിൻ്റെ തീച്ചൂളിലൂടെ നടന്നു പോകുമ്പോഴും തിരസ്കരണത്തിൻ്റെ വേദനയുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലും നമുക്കെതിരെ തിന്മ പ്രബലപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ദൂരം ചേർന്ന് നിന്ന് നിന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് മുമ്പോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദുർബല ജീവിതങ്ങളെ ഫലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ചേർന്ന് പാടാം. സഹനത്തെ നേരിടുവാൻ ആത്മാവേ ധീരതയേകണമേ സാത്താനെ ചെറുത്തിടുവാൻ ദൈവശക്തി നൽകണമേ. സഹനത്തെ നേരിടുവാൻ ആത്മാവേ ധീരതയേകണമേ സാത്താനെ ചെറുത്തിടുവാൻ ദൈവശക്തി നൽകണമേ. കരമുയർത്തിയടിച്ച് ആത്മാവിൽ പടരണമേ അഭിഷേകത്തിൽ നിറവേകണമേ ആത്മനാഥനേ ഊഹായി ആത്മാവിൽ പടരണമേ അഭിഷേകത്തിൽ നിറവേകണമേ ആത്മനാഥനേ തീമഴ പോലെ പെയ്തിറങ്ങൂ പാവന റൂഹായേ ചേർന്നുപാടി. സ്നേഹമായി നിറഞ്ഞൊഴുകൂ പരിശുദ്ധാത്മാവേ ഈ മഴ പോൽ ഈ മഴ പോലെ പെയ്തിറങ്ങൂ പാവനരൂഹായേ. സ്നേഹം സ്നേഹമായി നിറഞ്ഞൊഴുകൂ പരിശുദ്ധാത്മാവേ. കൃപയായി തെളിയൂദാസരിൽ നീ നിത്യസഹായകനേ ഹൃദയായി തെളിയൂ ദാസരിൽ നീ എന്നാത്മനാഥനേ. കരമുയർത്തിയടിച്ച് ആത്മാവിൽ പടരണമേ ഹല്ലേലൂയ. അഭിഷേകത്തിൽ നിറവേകണമേ ആത്മനാഥനേ ഊഹായി ആത്മാവിൽ പടരണമേ അഭിഷേകത്തിൽ നിറവേകണമേ ആത്മനാഥനേ ആത്മാവിൽ പടരണമേ പടരണമേ. അഭിഷേകത്തിൽ നിറവേകണമേ ആത്മനാഥനേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ ഊഹായി നീ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളെ ബലപ്പെടുത്തുന്നവനെ, സ്നേഹമായി ഞങ്ങളിൽ വന്ന് നിറയുന്നവനെ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 വലതേടുത്തെന്ന് പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെന്ന് പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, ബാറൂഖ് പ്രവചനം അതിൻ്റെ 4-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ശത്രുവിൻ്റെ കൈകളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ വിമോചിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഒന്നേറ്റ് പറയാം.
എൻ്റെ മക്കളെ എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ. ധൈര്യമായിരിക്കുവിൻ. എൻ്റെ മക്കളെ എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ. ധൈര്യമായിരിക്കുവിൻ. ദൈവത്തെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നീ ഇന്ന് ജീവിതത്തിൽ അകപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും. എങ്ങോട്ട് തിരിയണം, എങ്ങനെ പുറത്തു കടക്കണം, ഇതൊന്നും അറിയാതെ ശരിക്കും എൻ്റെ അവസ്ഥയിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഒരു രക്ഷയുടെ പഴുതും കൺമുമ്പിലുണ്ടാവില്ല. എന്നാൽ ദൈവം പറയാണ്, എൻ്റെ മക്കളെ നിങ്ങൾ ധൈര്യമായിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമാണ് നിന്നോട് പറയുന്നത്, നീ ധൈര്യമായിരിക്കുക. കാരണം എന്താണ്? അവിടുന്ന് ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും നിന്നെ വിമോചിപ്പിക്കുവാൻ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. 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 അപ്പൊ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോ ദൈവം ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവരുടെ ഗൂഢമായ പദ്ധതികളിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക. നീ എവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിന്റെ പ്രശ്നങ്ങളുടെ മധ്യം നിന്ന് ജീവിക്കുന്ന യേശുവിനെ നീ ഓർക്കുക. യേശു കർത്താവിനെ നീ ഓർക്കുക. മാരകമായ രോഗമോ, കുടുംബത്തിലെ തകർച്ചയോ, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭാരമോ, ജപ്തി നോട്ടീസ് കയ്യിൽ പിടിച്ച് വിറക്കുന്ന കരങ്ങളിലൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ നീ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? നിന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഓർക്കുക. വിവിധ മീഡിയയിലൂടെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം ശാന്തമായിരുന്നു കൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ ഓർക്കുക. നീ ദൈവത്തെ ഓർക്കുക. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം മാനവരാശിക്ക് നൽകിയ നാമമാണ്, രക്ഷയുടെ നാമമാണ് യേശു. അത് രക്ഷയുടെ നാമമാണ് യേശു. വിടുതലിൻ്റെ നാമമാണ് യേശു. രോഗശാന്തിയുടെ നാമമാണ് യേശു. രക്ഷയുടെ നാമമാണ് യേശു. അനുഗ്രഹത്തിൻ്റെ നാമമാണ് യേശു. നിന്റെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന നാമമാണ് യേശു. നിന്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹിക്കുന്ന നാമമാണ് യേശു. പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന നാമമാണ് യേശു. ആ യേശുവിൻ്റെ സന്നിധിയിൽ ഇരുകരമുയർത്തി രക്ഷയുടെ നാമത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേ, ഈശോയേ എന്ന് എല്ലാവരും ഹൃദയം നുറങ്ങി യേശുവിനെ വിളിക്കുക. രക്ഷയുടെ നാമത്തെ വിളിക്കുക. യേശുവേ, ഈശോയേ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എല്ലാ കുടുംബങ്ങളിൽ നിന്ന് യേശു എന്ന നാമം വിളിക്കട്ടെ. എല്ലാ വ്യക്തികളും യേശു എന്ന നാമത്തെ വിളിച്ച് ആരാധിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യയിൽ ഇരുന്നുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുക. യേശു നാമത്തിന്റെ ശക്തി, യേശു നാമം നിന്റെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. യേശു നിന്നെ വിടുവിക്കും. യേശു നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. യേശു നിന്റെ രോഗങ്ങൾ എടുത്തു നീക്കും. യേശു നിന്റെ തകർച്ചയെ അനുഗ്രഹമാക്കി മാറ്റും. ആ ബോധ്യത്തോടെ ആ യേശുവിന്റെ നാമത്തെ വിളിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ, യേശുവേ, യേശുവേ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. കരങ്ങളൊക്കെ ഒന്ന് താളത്തിലടിച്ച് വലിയ സന്തോഷത്തോടെ നമ്മളൊന്ന് ചേർന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ഏതൊരു വ്യക്തി യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നുവോ അവനെ യേശു ഉയർത്തും. ഏതൊരു വ്യക്തി യേശുവിന്റെ നാമത്തെ മാനിക്കുന്നുവോ അവനെ യേശു മാനിക്കും. ഹല്ലേലൂയ. കരമടിച്ച് ആമേൻ.
പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ചേർന്ന് പാടാമോ? പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. കരമൊന്ന് ഉയർത്തിയെടുത്ത് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഒരിക്കൽ കൂടി ആരാധിക്കാം. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിലേക്ക് കരമൊന്നടിക്കാമോ? ഇടതുവശത്തേക്കും വലതുവശത്തേക്ക് കരമൊന്നടിച്ച് അടുത്ത് നിൽക്കുന്നവരൊക്കെ നമുക്ക് പുഞ്ചരിച്ച് വലിയ സന്തോഷത്തോടെ യേശുവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തുകയാണ്. ആ ആനന്ദത്തോടെ, ആ സ്നേഹത്തോടെ കൂട്ടായ്മയിൽ നമുക്ക് യേശുവിനെ ആരാധിക്കാം. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. വിശ്വസിക്കാം. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. കരമുയർത്തി കരമടിച്ച് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. പ്രിയമുള്ളവരെ, അവനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായവൻ, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായവൻ, നമ്മുടെ വീണ്ടെടുപ്പിന്റെ ആധാരമായവൻ, പാപത്തിന്റെ അടിമത്തിൽ നമ്മെ വിമോചിച്ച കർത്താവ്, അവന്റെ സന്നിധിയിലേക്ക് ഇരു കരമുയർത്തി, ഈശോയെ, ഞാനങ്ങേ സ്നേഹിക്കുന്ന കർത്താവേ, ഞാനങ്ങേ ആരാധിക്കുന്ന ദൈവമേ, ഇരു കരങ്ങളും ഉയർത്തി ഒരുക്കിച്ചൂടി ഒന്ന് ചേർന്നൊന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. 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 കരങ്ങൾ താഴ്ത്തി കരമടിച്ച് വലിയ ഉണർവോടെ സന്തോഷത്തോടെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ
ഈശോയെ ഉൾക്കണ്ണിൽ കണ്ടുകൊണ്ട് അവനോടൊന്ന് ഹൃദയപൂർവ്വം ചേർന്ന് നിൽക്കുക. നമ്മളെ വീണ്ടും ഒന്ന് പൂർണ്ണമായി അവൻ്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. നിൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കുക, നിൻ്റെ പ്രശ്നങ്ങളെ സമർപ്പിക്കുക. വരും വർഷങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലുള്ള കണക്കൂട്ടുകളും സ്വപ്നങ്ങളും മക്കളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ഈശോയുടെ കരങ്ങളെ സമർപ്പിക്കുക. ദൈവം നിനക്ക് തന്നൊരു വർഷമായത്, ദൈവം നിനക്ക് ദാനമായി തന്നൊരു വർഷം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഏറ്റുവാങ്ങുവാൻ നിൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക. നീ വിശ്വസിക്കുന്നതിനും നീ പ്രാർത്ഥിക്കുന്നതിൻ്റെയും അപ്പുറത്തേക്ക് നിന്നെ നയിക്കുവാൻ കഴിവുള്ളൊരു ദൈവം, ആ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആ ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്ന ദൈവം. ഈ വർഷത്തെ എങ്ങനെ കാണുക? ദൈവം എന്നെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന വർഷം, എൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്ന വർഷം. ഉൽപ്പത്തി 28:15 ദൈവം പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നിന്നോട് പറഞ്ഞതെല്ലാം ഞാൻ പൂർത്തിയാക്കുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. കൂടെ വന്ന ദൈവം, ആ ദൈവത്തിന് ജീവിതം ഏൽപ്പിക്കുക. ഈശോ കൂടെയുണ്ട്, യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂടെയുള്ള യേശുവിനെ കണ്ടു. ജീവിതയാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ കൂടെ കൂട്ടനായ എൻ്റെ ദൈവമുണ്ട്. ഇരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. ദൈവം എൻ്റെ കൂടെയുണ്ട്. പേടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നരുൾ ചെയ്തവനൻ കൂടെയുണ്ട്. കൂടെ നിന്ന് ബലം പകരുന്ന ശക്തിയുടെ ദൈവം കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കില്ല ഞാൻ. യേശുവിൻ്റെ കൂടെയുണ്ട്. കൂടെയുണ്ട്, യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്. നന്ദി പറയുന്നു കർത്താവേ. ഊരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. ഊരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. വലതുരുതെന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പുതിയ വർഷം നമ്മൾ അമ്മയോട് ചേർന്ന് ദൈവകരങ്ങളെ സമർപ്പിക്കുക. എവിടെയെല്ലാം മനുഷ്യ മക്കൾ വേദനയോടെ കരഞ്ഞിട്ടുണ്ടോ അവിടെ സഹായിക്കുവാൻ സ്വർഗം അമ്മയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്.
ഏതൊരു കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ കണ്ണുനീരും പ്രതിസന്ധിയും ഉരുണ്ടുകൂടിയിട്ടുണ്ടോ അവിടെ സ്വർഗം അമ്മയെ അയച്ചിട്ടുണ്ട്. എവിടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ മനുഷ്യർ ഭാരപ്പെട്ടിട്ടുണ്ടോ, വ്യക്തികൾ ഭാരപ്പെട്ടിട്ടുണ്ടോ അവിടെ പരിശുദ്ധ അമ്മ സഹായത്തിനായി ഓടിയണഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ ഒരു ഗാനത്തിൻ്റെ ഈരടിലൂടെ നമ്മൾ കടന്നുപോയി അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അമ്മേ അമല മനോഹരിയേ, അലിവു നിറഞ്ഞൊരു പൊൻതാരമേ, അമ്മേ അമല മനോഹരിയേ, അലിവു നിറഞ്ഞൊരു പൊൻതാരമേ, അശരണരാ ഞങ്ങൾ തൻ ഹൃത്തിൽ ആശാദീപമായി തെളിഞ്ഞിടണേ. അശരണരാകും ഞങ്ങൾ തൻ ഹൃത്തിൽ ആശാദീപമായി തെളിഞ്ഞിടണേ. അമലോത്ഭവയാം മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അനുകമ്പയുള്ളോരമ്മേ, കൂടെയുണ്ടാകേണമേ. അമലോത്ഭവയാം മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അനുകമ്പയുള്ളോരമ്മേ, കൂടെയുണ്ടാകേണമേ. മാലാഖമാരുടെ റാണിയല്ലേ, പുത്രനാമീശോതൻ അമ്മയല്ലേ, മാലാഖമാരുടെ റാണിയല്ലേ, പുത്രനാമീശോതൻ അമ്മയല്ലേ, ആകുല ചിത്തരായി ഞങ്ങൾ അണയുമ്പോൾ നിന്നീലമേലങ്കിയിൽ പൊതിയണമേ. ആകുല ചിത്തരായി ഞങ്ങൾ അണയുമ്പോൾ നിന്നീലമേലങ്കിയിൽ പൊതിയണമേ. അമലോത്ഭവയാം മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അനുകമ്പയുള്ളോരമ്മേ, കൂടെയുണ്ടാകേണമേ. അമലോത്ഭവയാം മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അനുകമ്പയുള്ളോരമ്മേ, കൂടെയുണ്ടാകേണമേ. 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 ജപമാല കരങ്ങളിലെടുത്തുകൊണ്ട് നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തുവെന്ന് ധ്യാനിക്കുക. ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷക്കാലം നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ, ശാലോ മിനിസ്ട്രിയിലൊക്കെ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന ആത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പരിശുദ്ധ അമ്മ വഴിയായി പരിശുദ്ധ ത്രിത്വത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തെ ഏറെ സ്നേഹത്തോടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ്, സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടാകുവാനായിട്ട് വലിയൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് പുതുവർഷത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചെമ്മട്ടിയിൽ അടിക്കപ്പെട്ടു എന്ന ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ രോഗപീഠകളെയും ഇപ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്കൊന്ന് ചേർത്ത് സമർപ്പിക്കും. ലൂക്കാ 19 നമ്മൾ കാണുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു വന്നു സൗഖ്യം ആവശ്യമായി എല്ലാവരെയും സുഖപ്പെടുത്തി. ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. നിൻ്റെ കുടുംബത്തിൽ വർഷങ്ങളായിട്ടുള്ള രോഗപീഠകൾ, വിട്ടുമാറാത്ത ചില രോഗങ്ങൾ, ചില മാരകമായ രോഗത്തിൻ്റെ അവസ്ഥകൾ എല്ലാം ഒന്ന് സമർപ്പിച്ച്, ശരീരവും മനസ്സും ദുർബലമായി പോകുന്ന അവസ്ഥകൾ, ശരീരത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ട് മനസ്സിൻ്റെ ബലം നഷ്ടപ്പെട്ട് രോഗപീഠയ്ക്ക് ശരീരവും മനസ്സും അടിമപ്പെട്ടു പോയ അവസ്ഥകൾ, ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും ഇപ്പോഴും രോഗത്തിന് മാറ്റമില്ലാത്ത അവസ്ഥകൾ എല്ലാം ഒന്ന് ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. അവൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം നമ്മളെ കഴുകട്ടെ. നമ്മുടെ തലമുറകളുടെ രോഗപീഠകളുടെ കാരണങ്ങളെല്ലാം യേശു എടുത്ത് പരിഹരിക്കട്ടെ, മാറ്റിക്കളയട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ രഹസ്യം, ഈ നിയോഗത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ. ആവേ 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 മരിയ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തകരുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഡിവോഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, നിരന്തരമായ കലഹം മൂലം, മാതാപിതാക്കളുടെ വഴക്കു മൂലം വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ, മുറിപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഈശോയെ മക്കളുടെ അനുസരണക്കേട് മൂലം, വഴിവിട്ട ജീവിതം മൂലം വേദനിക്കുന്ന മാതാപിതാക്കൾ, പല വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെ, തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, അവിടുന്ന് പറഞ്ഞതുപോലെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. എല്ലാ ദാമ്പത്യ ജീവിതങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ എല്ലാ കുടുംബങ്ങളെയും പുനരുദ്ധരിക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യം ഞങ്ങൾ ധ്യാനിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അടുത്ത രഹസ്യം നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചെല്ലാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് ഏറ്റവും അധികം അപമാനം വ്യാകുലം ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമേറിയ കുരിശുമരം ചുമത്തപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. പ്രിയമുള്ളവരെ, ഈ രഹസ്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ യുവതീ യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭാവിയെക്കുറിച്ചുള്ള വലിയ അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടവർ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി ഇന്ന് പാപകരമായ വഴിയിലൂടെ രാസലഹരിയുടെയൊക്കെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നൊരു യുവതലമുറ, പഠന മേഖലയിൽ വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നവർ, ഇല്ലാത്ത പണവും ലോണൊക്കെ സംഘടിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലും മറ്റു പല കോഴ്സുകൾക്ക് ചേർന്ന് ഇന്ന് എവിടെയും എത്താത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഒത്തിരി മാതാപിതാക്കൾ തങ്ങളുടെ യുവജനങ്ങളെ ഓർത്ത് വ്യസനിക്കും. സമർപ്പിക്കാം. കുരിശിനോട് ചേർത്ത് വരെ വെക്കാം. സഭാപ്രസംഗകൻ 12:1 വചനം പറയുന്നുണ്ടല്ലോ, ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും നിൻ്റെ ജീവിതത്തിൽ ആഗമനത്തിന് മുമ്പ് നിൻ്റെ യൗവനത്തിൽ നീ നിൻ്റെ കർത്താവിനെ സ്മരിക്കുക. എല്ലാ യുവജനങ്ങളുടെ ഹൃദയത്തിൽ ഈശോയെക്കുറിച്ചുള്ളൊരു സ്മരണയുണ്ടാവട്ടെ. ഈശോയുടെ സ്നേഹം അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കട്ടെ. ഇപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് അവർ മടങ്ങി കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഈ രഹസ്യം സമർപ്പിച്ച് നമുക്ക് നേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാനായിലെ വീട്ടുകാരി, നസറേത്തിലെ സ്നേഹവതി, കാനായിലെ വീട്ടുകാരി, നസറേത്തിലെ സ്നേഹവതി. ആവേ മരിയ, ആവേ മരിയ, ദൈവമാതാവേ വാഴ്ക. ചേർന്ന് പാടാം. ആവേ മരിയ, ആവേ മരിയ, അല്ലയോ രാജപുത്രി. ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് മിശിഹാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ ഇന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രെയർ ബോക്സിൽ എഴുതിയിട്ട നിയോഗങ്ങൾ നാളുകളായി ഫോൺ കോളുകളിലൂടെ, കത്തുകളിലൂടെ, ഇമെയിലുകളിലൂടെ, വാട്സപ്പിലൂടെയൊക്കെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന മക്കൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പല വിധത്തിലുള്ള നിയോഗങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന മക്കൾ, എന്തു തന്നെയായാലും ചെറുതും വലുതുമായ എല്ലാ നിയോഗങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാവരെയും നമുക്കേറെ സ്നേഹത്തോടെ അമ്മ വഴിയായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വലിയ അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ രാത്രിയായി മാറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ കണ്ണുനീരൊപ്പുന്ന രാത്രിയായി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളുടെ മേലും സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടാകുവാനായിട്ട്, ദൈവ കരുണ പെയ്തിറങ്ങുവാനായിട്ട് വലിയ ആഗ്രഹത്തോടെ, ഒരു മക്കൾ പോലും വെറും കൈയോടെ മടങ്ങുവാൻ ഇടയാവരുതേ എന്ന ആഗ്രഹത്തോടെ എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം.
നമ്മുടെ അടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളെയും എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തെങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ദൈവാത്മാവാ
ദിവ്യാനുഗ്രഹമേകണമേ പരിപാവനമാം പ്രീത്വമേ ദിവ്യാനുഗ്രഹമേ കേണമേ നിതരാം നിർമ്മല മാതാവേ കറയില്ലാത്തൊരു കന്യകയെ നേർവഴി കാട്ടും ദീപശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ കാരുണ്യത്തിൻ നിലയനമേ വീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലദന്ത ഗോപുരമേ പൊന്നിൻ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവനീലാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി പാവാന്മാരുടെ രാജ്ഞി സ്ത്രീഹന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി ഭാരത സഭയുടെ രാജ്ഞി അമലോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥ ലോകത്തിൻ
പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ.